ഇന്ന് ഏതായാലും ഒരു ക്യൂട്ട് കരടിക്കുട്ടനെ അങ്ങ് ചെയ്താലോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഫോണ്ടിന് ഞാൻ ചോക്ലേറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കളറിൽ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തുക. പിന്നെ ഒരു വൈറ്റ് എടുത്തിട്ട് അതിൻ്റെ ചെറുതായിട്ട് ഒരു റൗണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു വാട്ടർ വെച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ആ മൂക്കിൻ്റെ അവിടെയായിട്ട് ചെറുതായിട്ടൊരു ഒരു ബ്ലാക്ക് കളറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അവിടെയായിട്ട് വെക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് രണ്ട് സൈഡുമായിട്ട് ചെവിയായിട്ട് കൊടുക്കാവുന്നതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാനിങ്ങനെ റൗണ്ടായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് സൈഡിൽ രണ്ട് സൈഡും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരടിക്കുട്ടൻ്റെ ആ ഒരു ഏകദേശ രൂപത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിക്കുള്ളിലുള്ള ആ ഒരു വൈറ്റും പിന്നെ നമുക്ക് ആ കണ്ണിന് വേണ്ടിയിട്ടുള്ള റൗണ്ടെല്ലാം ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് വാട്ടർ മാത്രം ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് അപ്ലൈ ചെയ്താൽ ഓവറായിട്ട് കൊടുക്കത്തില്ല, ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് മാത്രമായിട്ടോ അതൊന്ന് ഒട്ടിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ ഷോർട്സ് ഞാൻ നേരത്തെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കരടിക്കുട്ടൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന പോലത്തെയുള്ള ഒരു കേക്കിൻ്റെ പിക്കായിരുന്നു, മോഡലായിരുന്നു എനിക്ക് കസ്റ്റമർ അയച്ചു തന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള കൈയും കാലും ഒക്കെ വെക്കുന്നുണ്ട്. അടിയിൽ കാലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി അത് മാത്രമേ എക്സ്പോസ് ആയിട്ട് വരുള്ളൂ. ബാക്കിയത്തെ ഭാഗമെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെയാട്ടോ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കരടിക്കുട്ടൻ്റെ ആ ഒരു പിക്ക് അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കരടിക്കുട്ടനെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.